ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വീഡിയോ കണ്ട് ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. 1.5 മണിക്കൂർ വീഡിയോ ഞാൻ ഒരു 10 മിനിറ്റ് ആക്കി എടുത്തേക്കാണ്. കുഞ്ഞു വീഡിയോയാണ്. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും നല്ല തകർത്ത് വാരിയൊരു മഴയൊക്കെ പെയ്ത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ഫ്രഷായി നേരെ വന്നാട് ഈ ഹോളിൽ ഈ കർട്ടനൊക്കെ തുറന്നിട്ട് ജനലൊക്കെ തുറക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ ഒരു കർട്ടനൊക്കെ ഇട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. എപ്പോൾ ജനൽ തുറക്കുന്നു എന്നാലേ അതിനകത്തോട്ട് ഇച്ചിരി വെട്ടം വെളിച്ചമൊക്കെ കയറത്തുള്ളൂ. അടുക്കളയിൽ വന്നപ്പോഴത്തേനും മമ്മി ഇതേ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കുടിക്കുകയാണേ. ഇന്നലെ രാത്രി നമ്മൾ കുന്നിക്കോട് പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി ഇങ്ങനെ അരിച്ചാക്ക് പൊട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മമ്മിക്ക് പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ നൂലിങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ പൊട്ടിച്ചു. ഇന്നലെ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് മമ്മി രാത്രിയിൽ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. ദോശയും സാമ്പാറും നമ്മുടെ വീട്ടിലെ ദേശീയ ഭക്ഷണങ്ങളിലൊന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം മേടിച്ച മലക്കറിക്കകത്തുനിന്ന്, അതായത് കഴിഞ്ഞ ട്രിപ്പ് മേടിച്ച മലക്കറിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ വേണ്ടതൊക്കെ എടുത്തിട്ട് നമുക്കൊരു കൊച്ചു സാമ്പാർ ഉണ്ടാക്കാം ദോശയ്ക്ക് വേണ്ടിയിട്ട്. ഒരു സിമ്പിൾ സാമ്പാർ കേട്ടോ, കുക്കർ സാമ്പാർ. അപ്പം മല്ലിയില ഉണ്ടായിരുന്നു കേട്ടോ, അത് കുറേ അങ്ങ് ചീത്തയായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നല്ല നോക്കി ഞാൻ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടു. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ രസത്തിനും സാമ്പാറിലും കടലക്കറിയിലും അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേണ്ട പച്ചക്കറികളൊക്കെ എടുത്ത് ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കതുകൊണ്ട് സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആ ഒരു നാക്ക് ആയി കിട്ടിയിട്ടില്ല, പതിയെ ആവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാട്ടോ എൻ്റെ സംസാരം ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പരിപ്പ് കഴുകി അടപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് കഷ്ണങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആ വെള്ളം തിളയ്ക്കും. പിന്നെ പെട്ടെന്ന് കുക്കർ വിസിലടിച്ച് കിട്ടും കേട്ടോ. അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ വെള്ളം തിളച്ച് പരിപ്പൊക്കെ ഇതായിട്ട് നമ്മൾ കഷ്ണങ്ങളും കൂടി ഇട്ട് കുറച്ച് കായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2 വിസിലൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. 2 വിസിൽ കഴിഞ്ഞ് പൊടികളൊക്കെ ഇട്ട് കടുവറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. തോരനായിട്ട് നമുക്ക് കോവയ്ക്ക തോരൻ വെക്കാം കേട്ടോ. ആ പച്ചക്കറി കിറ്റിലുണ്ടായിരുന്നത് കുറച്ച് കോവയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വെഴുക്ക് വരട്ടുന്നില്ല. വെഴുക്ക് വരട്ടുമ്പോഴത്തേന് പിന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് തോരൻ വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ കുക്കർ അവിടെ ഇരുന്ന് വിസിലൊക്കെ അടിക്കുന്നുണ്ട്. തോരന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കോവയ്ക്ക സവാള പച്ചമുളക് അതിനകത്തോട്ടിടുക, ഉപ്പിടുക, മിക്സ് ചെയ്യുക, കടുവറുത്തെടുക്കുക. തോരൻ ചിക്കിത്തൂത്തി ആക്കിയെടുത്താൽ തോരൻ റെഡി. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അല്ലെ തന്നെ ഇതൊക്കെ ആരെ പഠിപ്പിക്കാനാണ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നീ എന്താടി തോരൻ വെക്കാൻ പഠിപ്പിക്കാമെന്നൊന്നും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഷെയർ ആക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. കോവയ്ക്ക ഇങ്ങനെ തോരൻ വെക്കാത്തവർ തോരൻ വെച്ച് നോക്കാം കേട്ടോ. അച്ഛനൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നെന്ന്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, നമ്മൾ നേരത്തെ കായമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കായം ഇങ്ങനെ കട്ടക്കായം ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഇവിടെ മമ്മിക്കൊക്കെ സാമ്പാറിന് നല്ല പുളി വേണം. ഞാനാണെങ്കിൽ തക്കാളിക്കയുടെ പുളിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കത്തേ ഉള്ളൂ. പക്ഷേ മമ്മി കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇച്ചിരി പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുവറുത്തും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു കടുവറുത്ത പാത്രത്തിൽ തന്നെ ഞാൻ കോവയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി തോരനൊക്കെ നല്ല ചിക്കി തോത്തി ഡ്രൈ ആവണം. അപ്പോഴാട്ടോ തോരൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ തരംതിരിച്ച് ഫ്രിഡ്ജിൽ അടുക്കി വെക്കുകയാണ്. മുമ്പ് എടുത്ത ഡ്രോ മറ്റേ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡ്രോ ഉണ്ടല്ലോ, അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഓരോ കവറിനകത്താക്കി അതിലിങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ പതിവ്. പിന്നെ ഈ അളിഞ്ഞു പോകുന്ന വെട്ടിയിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കവറിൽ വെക്കത്തില്ല. അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് സെപ്പറേറ്റ് അങ്ങ് ഫ്രിഡ്ജ് വെക്കത്തുള്ളൂ. അത് കവറിൽ കെട്ടി വെക്കുമ്പോഴത്തേനും അത് വീണ്ടും അളിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് കഴുകി അല്ലാതെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ അടുക്കളയൊക്കെ തൂത്തുവാരി ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ രാവിലത്തെ അടുക്കളയിലെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയേക്കുന്നത് ഈ ഒരു മത്തി കേട്ടോ. അതും മമ്മി കറി വെക്കും.
മീൻകറി നമ്മൾ രാവിലെ വെക്കത്തില്ല. ഞാൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് മമ്മിയുടെ ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങി കഴിഞ്ഞിട്ടാട്ടോ വെക്കുന്നത്. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടിട്ട് ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇസുവിൻ്റെ പാവകൾ എപ്പോഴും ആ ഒരു സെറ്റിയിലുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എണീറ്റ് വരുമ്പോൾ നമ്മളോട് പറയും അതെടുത്ത് അങ്ങ് അകത്ത് വെക്കാൻ. എന്നിട്ട് അവൾ തന്നെ പറയും അതെടുത്ത് പുറത്ത് വെക്കാൻ. തന്നെ എടുക്കുകയും വെക്കലും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം സെറ്റിയുടെ വിരിയൊന്നും സെറ്റിക്കകത്ത് കിടക്കത്തേ ഇല്ല. അതിങ്ങനെ പാറി പറന്ന് നടക്കുമായിരിക്കും മിക്കപ്പോഴും. പിന്നെ ഞാൻ എല്ലായിടവും ഒന്ന് ഒതുക്കി പറക്കിയിട്ട് വന്ന് നമ്മുടെ റൂമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. റൂമെന്നല്ല മൊത്തവും തൂത്തു. അപ്പോൾ ഞാൻ തൂക്കുന്നുണ്ടപ്പോഴത്തേക്കും ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഒത്തിരി ലേറ്റായി എൻ്റെ കൂടെ വരാൻ. അപ്പോൾ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരും കേട്ടോ. അല്ലാതെ വിളിക്കാതെ കണ്ടറിഞ്ഞ് വരുത്തൊന്നുമില്ല. നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ വന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയണം. അച്ഛാ ഒന്ന് തൂക്കാൻ വരാമോ, അല്ലെങ്കിൽ ആ തുണിയൊന്ന് മടക്കാമോ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തു തരാം കേട്ടോ. അല്ലാതെ അയ്യോ സ്വയമായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ തൂക്കലും വാരലൊക്കെ കഴിഞ്ഞ് മുറ്റത്തോട്ട് അച്ഛൻ വിളിച്ച് പേരയ്ക്ക തന്നു കേട്ടോ. കുറേ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല മധുരം. എനിക്ക് പല്ലി കമ്പി ഇട്ടേക്കുന്നുണ്ട്. പേരയ്ക്ക തിന്നാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈസക്കുട്ടന് എണ്ണീറ്റിട്ടുണ്ട്. കുറച്ച് തുണി മടക്കാണ്ട് വൈകിട്ട് നമുക്ക് വരുമ്പം പറ്റും എന്നുണ്ടെങ്കിൽ മടക്കി വെക്കണം. പിന്നെ ചോറൊക്കെ കെട്ടാണ്. മമ്മി ഇലയൊക്കെ എടുത്ത് വാട്ടി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ചോറ് കെട്ടാണ് കേട്ടോ. അതുപോലെ മമ്മി വെച്ച് കഴിഞ്ഞാൽ കുറേ ചോറ് വെക്കും. ഞാനമ്മ കുറച്ച് ചോറേ വെക്കത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പരന്നിരിക്കുന്നത് ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുക കേട്ടോ. അത് കുറച്ച് ചോറേ ഉള്ളൂ. അങ്ങനെ ചോറും കോവയ്ക്കത്തോരനും സാമ്പാറും മീൻ വറുത്തിയും നെല്ലിക്കച്ചാറൊക്കെ കൂട്ടി ചോറൊക്കെ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി ആ തൈര് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് തന്നതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു ദോശയും ഇച്ചിരി ഇന്നലത്തെ മീൻ കറിയും കുറച്ച് സാമ്പാറെല്ലാം കൂടെ കൂട്ടി ദോശ കഴിച്ച്. എന്നിട്ട് ഞാൻ വന്ന് ചടപടാന്ന് റെഡി ആവുക കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി. എനിക്ക് മുടി കെട്ടാൻ ഒത്തിരി സമയം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര അടിപൊളി ഹെയർ സ്റ്റൈലൊക്കെയാണ്. ഒന്നുമല്ല, എനിക്ക് തലമുടി കെട്ടാൻ അറിയത്തേ ഇല്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കാപ്രി കോപ്പറമായിട്ട് കെട്ടിയിട്ട് റെഡിയായിട്ട് പോവാം കേട്ടോ. കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേന്. അങ്ങനെ പിന്നെ രാവിലെ ഒരു 10 മണി 10:15 ആയപ്പോഴത്തേന് ഇറങ്ങി. എനിക്ക് 10:30 കേട്ടോ കയറേണ്ടത് ഡ്യൂട്ടിക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ പല്ലിൽ ക്ലിപ്പിട്ട് എൻ്റെ പട്ടി ഷോയാട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ചോറും കറിയൊക്കെ എടുത്ത് ഞാൻ ഈ ഒരു കവറിൽ വെച്ചിട്ട് കേട്ടോ എൻ്റെ ബാഗിൽ വെക്കുന്നത്. അങ്ങനെ എൻ്റെ പണി ആയുധങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ ഇറങ്ങുമ്പോൾ എന്നും ഇസുവിനെ ടാറ്റയും ഉമ്മയും വേണം കേട്ടോ. അതിനിങ്ങനെ എൻ്റെ കൂടെ ഇറങ്ങി വരാം. എന്നിട്ട് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പോവാണ്. വൈകിട്ട് ഞാൻ എന്നും ഓരോ സമയത്തൊക്കെ ആട്ടോ വരുന്നത്. ചിലപ്പോൾ ലേറ്റാവും, ചിലപ്പോൾ നേരത്തെ വരും. അങ്ങനെ ഓരോ ദിവസവും ഓരോ സമയമാണ്. നമ്മുടെ ഇവിടെ മറ്റേ ഷീറ്റടിപ്പരയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണിയായുധങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ രാവിലെ നമ്മൾ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെ രാവിലെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. മിക്ക ദിവസവും ഇങ്ങനെ തന്നെ, പ്രത്യേകിച്ച് ഇതിൽ നിന്ന് മാറ്റമായിട്ടൊന്നുമില്ല. ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊരു 7 മണി 7:15 ആയിട്ടോ വന്നപ്പോഴത്തേന്. ഞാൻ വന്നപ്പോൾ ഈസ നല്ല ഉറക്കമായിരുന്നു കുളിച്ചിട്ട്. അങ്ങനെ എൻ്റെ സൗണ്ട് കേട്ട് എഴുന്നേറ്റു. ഞാൻ എന്നിട്ട് പോയിട്ട് ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. ഈസ എന്നും വൈകിട്ട് ഈ ഒരു സമയത്ത് കേട്ടോ ഉറങ്ങാൻ കയറുന്നത്. ഞാൻ വരുമ്പോൾ അവളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. വിഷമെന്ന് വെച്ചാൽ അയ്യോ ഇവൾ രാത്രി ഉറങ്ങത്തില്ലേ, അയ്യോ എനിക്ക് എങ്ങോട്ടെങ്കിലും കിടന്നാൽ മതിയേ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈസ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത ഇവളിന്ന് നന്നായിട്ട് ഉറങ്ങി, ഇവളിനി രാത്രി ഉറങ്ങത്തില്ലെന്നൊക്കെ കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇതെന്ന് വെച്ചാൽ വീഡിയോ കോളിൻ്റെ സമയമാണ്. പപ്പയുണ്ട്, ജോബിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ എന്നും സംസാരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ ഹോളിലിരുന്ന് ടി വിയൊക്കെ കണ്ടിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം എല്ലാവരോടും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇസുവിന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഇസുവിന് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അവൾക്ക് ഞാൻ മുമ്പ് വീട്ടിലുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ രാത്രിയിൽ അവൾക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ഇന്നും അവൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ ചപ്പാത്തി വെറൈറ്റി ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഞാൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴത്തേന് അടുക്കള മൊത്തം പുകയായി. അതാട്ടോ കാണിച്ചത്. അങ്ങനെ
അച്ചാച്ചന് ചോറിനാ മുട്ട പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ അവിടെ മുട്ട പൊരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇസുവിന് ചപ്പാത്തി കൊടുക്കാം കേട്ടോ. 2 ചപ്പാത്തി ഉണ്ട്. ഒരു ചപ്പാത്തി എനിക്കും ഒരു ചപ്പാത്തി ഇസുവിനും. എനിക്ക് ചോറ് കഴിക്കാൻ ഒട്ടും മൂടില്ലായിരുന്നു. അതിന് ഇസു കുറച്ച് നേരം കാക്കുമൊക്കെ കണ്ട് ചോറ് കഴിക്കുകയാണ്. അപ്പം എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അച്ഛൻ വന്ന് അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് എനിക്ക് 2 ഭാഗത്ത് തന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ രാത്രിയിലെ അത്താഴം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മുടി അങ്ങനെ ഉണങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉണങ്ങി കുഴപ്പമില്ല. പിന്നെ അത് ഞാനിങ്ങനെ എനിക്ക് രാത്രിയിൽ ഈ അയച്ചിട്ടുകൊണ്ട് കിടക്കുന്ന ഭയങ്കര ഇറിറ്റേഷൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് പിന്നിക്കെട്ടി ഇടുന്നുണ്ട്. എന്നിട്ട് ജനലൊക്കെ അടച്ച് പൂട്ടിയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. ഒരു ദിവസം പോയ പോക്ക് എത്ര സ്പീഡാണെന്ന് എനിക്കറിയത്തില്ല. അത്രയും വലിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.